Hi, hello, my dear students, my dear children. We are starting part 2, textbook, chapter 8, National Movement and Kerala. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അവിടെ നമുക്ക് ചാപ്റ്റേഴ്സ് 7 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 7 ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കുകയാണ്. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 8. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 8 നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള, അതിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള, നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിലേക്കൊന്ന് നോക്കിക്കേ. അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് പറയട്ടെ, നമ്മുടെ സെക്കൻഡ് ടൈം പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഇനിയും മുന്നോട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 8, ചാപ്റ്റർ 9 ആൻഡ് ചാപ്റ്റർ 10. ചാപ്റ്റർ 8, ചാപ്റ്റർ 9, ചാപ്റ്റർ 10 3 ചാപ്റ്റേഴ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2-ൽ നിന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ടൈം പരീക്ഷയിലേക്ക് നമുക്ക് കയറണം. ചാപ്റ്റർ 8 ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള, ഇതാണ് നമ്മുടെ ടൈറ്റിൽ. ഇവിടെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്, ഗാന്ധിജി ലീഡർഷിപ്പ് കൊടുത്ത ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻറ്റ് ഓർ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ പറ്റിയും അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇവൻറ്റുകളെ പറ്റിയും പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള ഗാന്ധിജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രധാന സംഭവങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിന് ഒരു 20 പേജോളം വരുന്നുണ്ട്. പേജ് നമ്പർ നോക്കിയാൽ ഒരു 20 പേജോളം നമുക്ക് വരുന്നുണ്ട്. ഈ ചാപ്റ്റർ ഒരു ലോങ് ചാപ്റ്ററാണ്. ഇതിനകത്ത് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതുപോലെ നമ്മുടെ കേരളത്തിൽ നടന്ന നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന ഇലക്ട്രിസിറ്റി സ്ട്രൈക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അന്നത്തെ നാഷണൽ മൂവ്മെൻറ്റിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത അന്നത്തെ ന്യൂസ് പേപ്പേഴ്സ്, പുന്നപ്ര വയലാർ സ്ട്രഗിൾ, കേരളത്തിലുണ്ടായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ദെൻ വിമൻ ലീഡേഴ്സ് ഇൻ കേരള, ദെൻ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, EMS നമ്പൂതിരിപ്പാടിൻ്റെ ഫസ്റ്റ് മിനിസ്ട്രി വരെയുള്ള നമ്മുടെ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും തുടക്കം മുതലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് യൂറോപ്യന്മാർ കേരളത്തിൽ വരികയും അവർ ട്രേഡിന് വേണ്ടി കേരളത്തിൽ വന്നത് മുതൽ ഇവിടുത്തെ ആദ്യകാല വീരയോദ്ധാക്കൾ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്നാണ് നമ്മൾ എവിടെ എത്തേണ്ടത്? നമ്മുടെ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് വരെ എത്തേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇലക്ഷൻ വരെ നമ്മൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഇലക്ഷൻ, ജനറൽ ഇലക്ഷൻ, ഫസ്റ്റ് കേരള ജനറൽ ഇലക്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാർട്ട് 8 വരെ വേണ്ടി വരും, ഒരു പാർട്ട് 9 വരെയൊക്കെ വേണ്ടി വരും നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങൾ റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ വ്യൂ ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഇട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നമ്മുടെ എല്ലാ പാർട്ടുകളും പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിക്കണം. ഈ ഓരോ ക്ലാസ്സിൻ്റെയും കീവേഡ്സ്, മെയിൻ കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ അതുകൂടി വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പിക്ചർ ഒന്ന് നോക്കിയേ. നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു സോൾട്ട് സത്യാഗ്രഹ. ബ്രിട്ടീഷുകാരെ അവരുടെ സോൾട്ട് ലോയ്ക്കെതിരെ ഗാന്ധിജി നടത്തിയ ഐതിഹാസികമായ ഒരു സമരമായിരുന്നു, സ്ട്രഗിളായിരുന്നു സോൾട്ട് സത്യാഗ്രഹ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു സോൾട്ട് സത്യാഗ്രഹ.
അപ്പോൾ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ദണ്ഡിയിലേക്ക് ഗാന്ധിജി നയിച്ച ഒരു പൊസിഷനാണ് നിങ്ങൾ ഈ കാണുന്ന ചിത്രം. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ്. അപ്പോൾ ഗാന്ധിജി ദണ്ഡിയിലേക്ക് യാത്രയാവുന്ന ഒരു പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലും അങ്ങനെ ഒരു ചിത്രമുണ്ട്. ടെക്സ്റ്റിൻ്റെ ആദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു റാലിയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ കാണുന്ന മറ്റൊരു ചിത്രമാണ് ഈ കാണുന്ന ചിത്രം. ഇത് നമ്മുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കുളച്ചൽ വാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീരൻ്റെ ഒരു സ്റ്റാച്യു ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ കുളച്ചൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന കുളച്ചൽ എന്ന ഭാഗത്ത് വെച്ച് നടന്ന, തിരുവനന്തപുരം അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കുളച്ചൽ. അപ്പോൾ ട്രിവാൻഡ്രത്തിനടുത്തുള്ള കുളച്ചലിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ നേരിടുകയും അവരെ കംപ്ലീറ്റ് ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ ഒരു വീരനാണ് നിങ്ങളെ കാണുന്ന സ്റ്റാച്യുവിലുള്ള വ്യക്തി. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ദിസ് പിക്ചർ ഷോസ് എ സ്റ്റാച്യു ഓഫ് എ ബ്രേവ് വാരിയർ installed at the Pangodu military camp in Thiruvananthapuram. It was erected to commemorate the defeat of the Dutch by the Travancore army at Kolachal in 1741. So 1741 Kolachal war was one of the most important war in Kerala because in that war Dutch, a European power, completely defeated by Marthandavarma, the Travancore king. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ യൂറോപ്യൻസിൻ്റെ കേരളത്തിലേക്കുള്ള വരവ്. അതിനെപ്പറ്റി നമുക്കൊരു ക്വസ്റ്റ്യൻ പഠിക്കണം. നിങ്ങളിതിനെപ്പറ്റി പ്രീവിയസ് ചാപ്റ്ററിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്, എങ്കിലും നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. നമ്മുടെ ഒരു ഓർമ്മ പുതുക്കൽ നിന്ന് നോക്കിയാൽ മതി. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള. ദ യൂറോപ്യൻ കൺട്രീസ് കെയിം ടു കേരള ഫോർ ട്രേഡ്. വിച്ച് വെയർ ദ യൂറോപ്യൻ കൺട്രീസ് came to Kerala for trade? First Portuguese, then Dutch, then French and last English, British. അപ്പോൾ ആദ്യം വന്നൊരു പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡി ഗാമ ഒരു റൂട്ട് കണ്ടുപിടിച്ച് ആദ്യമായിട്ട് കപ്പാട് വന്നിറങ്ങുന്നു, കോഴിക്കോട്. അപ്പം പോർച്ചുഗീസുകാരാണ് ഫസ്റ്റ് വൺ. അവരുടെ പിന്നാലെ ഡച്ചുകാരെ, ഹോളണ്ടിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡച്ചുകാരെന്ന് പറയുക. People of Holland, they were known as Dutch, then French and last British. So they came to Kerala for trade. Their purpose was trade. They tried to seize the princely states and establish political power. But later, these European countries, they tried to seize the princely states and establish political power here. ട്രേഡിന് കുറച്ചുകൂടി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ വേണ്ടി അവർ നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റുകളെ, ബ്രിട്ടീഷുകാർ വരുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യന്മാർ വരുമ്പോൾ ഇന്ത്യയിൽ ഒരു 650ഓളം പ്രിൻസിലി സ്റ്റേറ്റുകളുണ്ടായിരുന്നു. പ്രിൻസസ് ഭരിക്കുന്ന അല്ലെ രാജാക്കന്മാർ ഭരിക്കുന്ന ചെറിയ നാട്ടുരാജ്യങ്ങളെയാണ് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുക. അങ്ങനെ ഒരു 650ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ പറയുകയാണെങ്കിൽ പ്രധാനമായും 3 നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്: ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ. ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്ന് പറഞ്ഞ 3 പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു കേരളത്തിൽ യൂറോപ്യന്മാരുടെ വരവിൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രിൻസിലി സ്റ്റേറ്റുകളെ പിടിച്ചെടുക്കാനും അവിടെ പൊളിറ്റിക്കൽ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും യൂറോപ്യന്മാർ ശ്രമിച്ചു. ഇൻ ദ കോമ്പറ്റീഷൻ എമംഗ് ദ യൂറോപ്യൻസ് ടു എസ്റ്റാബ്ലിഷ് ഡോമിനൻസ് ഇൻ കേരള, ദ ബ്രിട്ടീഷ് ഗോട്ട് ദ അപ്പർ ഹാൻഡ്. ബ്രിട്ടീഷുകാർക്കാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ അപ്പർ ഹാൻഡ് കിട്ടിയത്. The British were the victorious among the Europeans who tried to establish political power in Kerala. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് സാമൂതിരിയാണ്, കോഴിക്കോട് സാമൂതിരി അല്ലേ. ദെൻ ഡച്ചുകാരെ ദിസ് കളച്ചൽ വാർ, മാർത്താണ്ഡവർമ്മ, ട്രാവൻകൂർ കിങ്. ദെൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച്, ദേ ഫൈറ്റ് ഈച്ച് അതർ. 3 കർണാട്ടിക് വാറുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് നടന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ
കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ അവരുടെ ഡോമിനൻസിന് വേണ്ടി ഭയങ്കരമായ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ആ കോൺഫ്ലിക്റ്റിൽ 3 പ്രധാന വാറുകൾ നടക്കുകയും ചെയ്തു. 3 കർണാട്ടിക് വാർ എന്നാണ് അറിയപ്പെടുക. ഫസ്റ്റ് കർണാട്ടിക് വാർ, സെക്കൻഡ് കർണാട്ടിക് വാർ ആൻഡ് തേർഡ് വാർ. ഈ 3 യുദ്ധങ്ങളിലൂടെ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അങ്ങനെ 3 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും. ഇവിടെ നിലനിന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗോട്ട് ദ അപ്പർ ഹാൻഡ്. ദ മലബാർ റീജിയൻ കെയിം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ ഇംഗ്ലീഷ്, while Kochi and Travancore existed under the monarchy, accepting the supremacy of the British. The British, they had direct control over Malabar. Why? Because they signed a treaty with the Mysore rulers Tipu Sultan and Hyder Ali, and they got the permission to rule Malabar area. അതായത് അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ട്രേഡിനായിട്ട് വരുന്ന സമയത്ത് മലബാർ പ്രദേശങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നത് മൈസൂർ രാജാക്കന്മാരായ ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനുമാണ്. അപ്പോൾ ഹൈദരാലിയും ടിപ്പു സുൽത്താനുമായി ബ്രിട്ടീഷുകാർ ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയും, ബ്രിട്ടീഷ് ട്രീറ്റി ഒരു എഗ്രിമെൻ്റ് അല്ലേ, ഒരു ഉടമ്പടി അവരെ സൈൻ ചെയ്തു. അങ്ങനെ ആ ഉടമ്പടി പ്രകാരം, ആ ഉടമ്പടിയുടെ പേര് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോണം, ശ്രീരംഗപട്ടണം ട്രീറ്റി. ശ്രീരംഗപട്ടണം ട്രീറ്റി. ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ വെച്ചായിരുന്നു ഈ ട്രീറ്റി സൈൻ ചെയ്തത്. ശ്രീരംഗപട്ടണം ട്രീറ്റി ആര് തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും മൈസൂർ റൂളേഴ്സായ ഹൈദരാലിയും ടിപ്പുവുമായിട്ടായിരുന്നു ആ ട്രീറ്റി. ആ ട്രീറ്റി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മലബാർ പ്രദേശങ്ങൾ ലഭിക്കുകയും അവരുടെ ഡയറക്റ്റ് കൺട്രോളിലേക്ക് വരികയും ചെയ്തു. എന്നാൽ കൊച്ചിയും ട്രാവൻകൂറും അവരുടെ ഇൻഡയറക്റ്റ് കൺട്രോളിലായിരുന്നു. കാരണം എന്താണ്? ഇൻ കൊച്ചി ആൻഡ് ട്രാവൻകൂർ എക്സിസ്റ്റഡ് അണ്ടർ ദ മൊണാർക്കി. വട്ട് ഈസ് മൊണാർക്കി? രാജഭരണത്തിലായിരുന്നു. കൊച്ചിയിലും രാജാവ് ഉണ്ടായിരുന്നു, ട്രാവൻകൂറിലും രാജാവ് ഉണ്ടായിരുന്നു. ദിസ് കിങ്, ദിസ് ലോക്കൽ കിങ്സ്, ദേ അക്സെപ്റ്റ് ദ സൂപ്രമസി ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ സൂപ്രമസി, ബ്രിട്ടീഷുകാരുടെ ഒരു അധീശത്വം ഇവർ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് രാജാവ് ഭരിച്ചു. എന്നാൽ മലബാർ പ്രദേശങ്ങൾ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു ഇംഗ്ലീഷുകാരുടെ. അതിൻ്റെ ട്രീറ്റിയുടെ പേരെന്താണ്? ശ്രീരംഗപട്ടണം ട്രീറ്റി. ആര് തമ്മിലായിരുന്നു ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻ ചെയ്തത്? ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരായ ഹൈദരാലിയും ടിപ്പുവും തമ്മിലായിരുന്നു. ആ ട്രീറ്റി പ്രകാരം എന്താണ് അവിടെ സംഭവിച്ചത്? മലബാർ റീജിയൻ കെയിം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൊളച്ചൽ വാര്യറുടെ ഒരു സ്റ്റാച്യു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ഇത് കാണുന്നത്. ഓക്കെ, ഇനി നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മുടെ ബ്രിട്ടീഷുകാരെ എതിർത്ത കേരളീയരായിട്ടുള്ള കുറച്ച് ബ്രേവ് ആൾക്കാരെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. അത് 3 പേരെ നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ വീര പഴശ്ശിരാജ. രണ്ടാമത്തെ ആൾ ട്രാവൻകൂർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ദളവ, വേലുത്തമ്പി ദളവ. ദെൻ കൊച്ചിയിലെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന പാലിയത്തച്ഛൻ. ഇങ്ങനെ 3 പേരെ പറ്റി നമ്മൾ പഠിക്കണം. അതായത് ഗാന്ധിജി ലീഡർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് വളരെ പ്രിമിറ്റീവ്, അതായത് കുറച്ച് ബാക്കിലേക്ക് നമ്മൾ പോയാൽ ഈ ബ്രിട്ടീഷുകാരെ എതിർത്ത 3 വീരശൂര പരാക്രമികളായ കേരളീയരുണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് കേരള സിംഹം, ദ ലയൺ ഓഫ് കേരള എന്നറിയപ്പെടുന്ന വീര പഴശ്ശിരാജായ. ഈ പഴശ്ശിരാജയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, പഴശ്ശിരാജയുടെ ഒരു സ്റ്റാച്യു ആണ് നിങ്ങൾ ഈ കാണുന്നത്. അദ്ദേഹം കേരള സിംഹം എന്നാണ് അറിയപ്പെടുക. അത്രയ്ക്ക് ബ്രേവ് ആയിരുന്നു അദ്ദേഹം. ഒരു സിംഹം പോലെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മേൽ ചാടി വീണ് ഗറില്ല യുദ്ധമുറയിലൂടെ അവരെ കീഴ്പ്പെടുത്താനായിട്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച ഒരു വീരയോദ്ധാവാണ് നമ്മുടെ പഴശ്ശിരാജ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഏത് സ്ഥലത്തിൻ്റെ രാജാവായിരുന്നു? എന്താണ് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? എങ്ങനെയായിരുന്നു ഈ കോൺഫ്ലിക്റ്റ് മുന്നോട്ട് പോയത്? പഴശ്ശിയുടെ ആ ഒരു ഡെത്ത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്ന കീവേഡുകൾ. ഓക്കെ, അപ്പം നമുക്ക് പഴശ്ശിരാജാവിനെ നിങ്ങളെല്ലാവരും കണ്ടു. ഇതൊക്കെ ഏകദേശം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് പഴശ്ശിരാജാവിൻ്റെ ഈ ചിത്രം നിങ്ങൾ കാണുന്നത്. നമുക്കറിയാം
പഴശ്ശിരാജ എന്നുള്ള പേരിൽ നമുക്കൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ടീച്ചർ അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ പഴശ്ശിരാജ ഫിലിമിനകത്ത് പഴശ്ശിരാജയുടെ പാട്ട് അഭിനയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫിലിം സ്റ്റാർ മമ്മൂട്ടിയാണ്. അപ്പം മമ്മൂട്ടിയുടെ രൂപത്തിൽ നമ്മൾ പഴശ്ശിരാജയെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയും കണ്ടോ. ഇതാണ് മമ്മൂട്ടി പഴശ്ശിരാജാവായപ്പം നമ്മുടെ ആ ഫിലിമിലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ പഴശ്ശിരാജ ഈ മമ്മൂട്ടിയുടെ ഒരു സൗന്ദര്യത്തോടു കൂടിയാണ് കാണുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്നതൊക്കെ അന്നത്തെ പ്രമുഖരായ നടന്മാരായിരുന്നു. ഇവരൊക്കെ പഴശ്ശിയെ ഗറില്ല വാറിൽ ഹെൽപ്പ് ചെയ്ത ലോക്കൽ ലീഡേഴ്സാണ്. ഇതിനകത്ത് തലക്കൽ ചന്തു, അതുപോലെ കൈതേരി അമ്പു നായർ, ഇടച്ചേര കുഞ്ഞൻ നായർ, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഫ്രണ്ട്സിനെ നമുക്ക് ഇതിനകത്ത് കാണാം. ഓക്കെ, നമ്മളിതെല്ലാമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം പഴശ്ശിരാജ എന്നുള്ള ഈ ഫിലിം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു റിയൽ പിക്ചറാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് കാണുക. അപ്പം പഴശ്ശിരാജയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ പഴശ്ശിരാജയെപ്പറ്റി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ആ കവിത ടീച്ചർ ഒന്ന് വായിക്കാം. ഈ കവിത എഴുതിയത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളീയ കവി പി കുഞ്ഞിരാമൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ പുലരിമലയിലെ പൂമരങ്ങൾ ആ ഒരു കവിതയിൽ പഴശ്ശിരാജ, കേരള സിംഹമായ പഴശ്ശിരാജയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പി കുഞ്ഞിരാമൻ നായരുടെ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. ഒട്ടും മറന്നില്ല ഞങ്ങളിന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, ഹൃത്തിലെ ചെഞ്ചോര നീരില സ്വാതന്ത്ര്യ വിത്തുമുളപ്പിച്ച കർഷക വീരനെ, സ്വാതന്ത്ര്യ ലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളിയെങ്കിലും. അപ്പോൾ പി കുഞ്ഞിരാമൻ നായർ പറയുകയാണ്, ബ്രിട്ടീഷുകാരെ എതിർത്ത, നമ്മുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിത്ത് മുളപ്പിച്ച ഈ വീരപുത്രനെ, കേരള കേസരിയെ നമ്മൾ മറന്നോ? നമ്മൾ ഒട്ടും മറന്നിട്ടില്ല. അദ്ദേഹം കോട്ടയം നാട്ടിലെ കേസരി വീരനായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കവിതയൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം എത്ര കേരളത്തെ സ്നേഹിച്ച ഒരു വീരനായകനായിരുന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളവർമ്മ പഴശ്ശിരാജ. ഹൂ വാസ് പഴശ്ശിരാജ? വാട്ട് വാസ് ദ റീസൺ ഫോർ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പഴശ്ശിരാജ ആൻഡ് ദ ബ്രിട്ടീഷ്? ആരായിരുന്നു പഴശ്ശിരാജാവ്? അദ്ദേഹവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ കോൺഫ്ലിക്റ്റിൻ്റെ റീസൺ എന്തായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജ വാസ് എ മെമ്പർ ഓഫ് ദ കോട്ടയം റോയൽ ഫാമിലി ഇൻ നോർത്തേൺ മലബാർ. കോട്ടയം എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നോർത്ത് മലബാറിലെ, മലബാർ പ്രദേശത്ത്, വയനാടിനോട് ചേർന്ന് കിടക്കുന്ന മലബാർ പ്രദേശത്തെ ഒരു റോയൽ ഫാമിലിയിലെ ഒരു രാജകുടുംബത്തിലെ മെമ്പറായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് കേരളവർമ്മ പഴശ്ശിരാജ. ഹി വാസ് എ മെമ്പർ ഓഫ് കോട്ടയം റോയൽ ഫാമിലി ഇൻ നോർത്ത് മലബാർ. ഇൻ ദ ഏർലി ഡേയ്സ് ഹി ഹെൽപ്പ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ എഗനിസ്റ്റ് ദ മൈസൂർ റൂളേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മലബാർ പ്രദേശങ്ങൾ അന്ന് മൈസൂർ രാജാക്കന്മാരായിരുന്നു അത് കൈയടക്കി വെച്ചിരുന്നത്, അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ മൈസൂർ രാജാക്കന്മാരുമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ കോൺഫ്ലിക്റ്റിൽ ആര് ബ്രിട്ടീഷുകാരെ സഹായിച്ചു? പഴശ്ശിരാജ. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ പക്ഷത്ത് നിൽക്കുകയും മൈസൂർ രാജാക്കന്മാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഹെൽപ്പ് നൽകുകയും ചെയ്തു. ദ ബ്രിട്ടീഷ് മെയ്ഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് പഴശ്ശി ദാറ്റ് ഹി വുഡ് ബി ഗിവൺ ദ പവർ ടു കളക്ട് ടാക്സസ് ഇൻ ദ കോട്ടയം ഏരിയ. പഴശ്ശിയുടെ കോട്ടയം ഏരിയയിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് മെയ്ഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് പഴശ്ശി. ബ്രിട്ടീഷുകാരും പഴശ്ശിയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് ദിസ് ബ്രിട്ടീഷ് പീപ്പിൾ ദേ വുഡ് അലൗ പഴശ്ശി, ദേ ഗീവ് ദ പവർ ടു കളക്ട് ദ ടാക്സ് ഇൻ കോട്ടയം ഏരിയ. അപ്പോൾ പഴശ്ശിയോട് പറഞ്ഞു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നിനക്ക് കോട്ടയം ഭാഗത്തു നിന്നുള്ള ടാക്സ് ഒക്കെ പിരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ലേറ്റർ എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ബ്രിട്ടീഷുകാരെ നമ്മുടെ പഴശ്ശി രാജാവിനെ ചീറ്റ് ചെയ്തു, അദ്ദേഹത്തെ വഞ്ചിച്ചു. എന്താണെന്നൊന്ന് പഠിക്കാം. ലേറ്റർ മലബാർ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഇംഗ്ലീഷ് ത്രൂ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം ട്രീറ്റിയോടുകൂടി മലബാർ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ വന്നു. മൈസൂർ റൂളേഴ്സ് ഇവിടെ നിന്ന് അവരെ മൈസൂരിലേക്ക് പോയി. അവർക്ക് മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അതോടെ ബ്രിട്ടീഷുകാരുടെ ഭാവം മാറി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ദ ബ്രിട്ടീഷ് ചീറ്റഡ് പഴശ്ശിയെ ചീറ്റ് ചെയ്തു.
and handed over the power to collect taxes from Kottayam to his uncle, the Kurumbanad king Veeravarma. പഴശ്ശിയുടെ അങ്കിളായിരുന്ന വീരവർമ്മ എന്ന് പറയുന്ന ഒരു കുറുമ്പനാട് രാജാവ് ഉണ്ടായിരുന്നു. കുറുമ്പനാട് അനദർ ലോക്കൽ കിങ്ഡം, വേറൊരു കോട്ടയം പോലെ തന്നെ വേറൊരു ലോക്കൽ കിങ്ഡം ആയിരുന്നു കുറുമ്പനാട്. അവിടുത്തെ കിങ് ആയിരുന്നു, ലോക്കൽ കിങ് ആയിരുന്നു വീരവർമ്മ. അദ്ദേഹം ആരുടെ അങ്കിളായിരുന്നു? പഴശ്ശി രാജായുടെ അങ്കിളായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ പഴശ്ശിയെ ചീറ്റ് ചെയ്യുകയും ഈ കോട്ടയം പ്രദേശത്തു നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ ആർക്ക് കൊടുത്തു? ഈ വീരവർമ്മയ്ക്ക് കൊടുത്തു. അതൊരു ചീറ്റിംഗ് അല്ലേ? നേരത്തെ പറഞ്ഞിരുന്ന എഗ്രിമെൻറ്റിന് വിരുദ്ധമായിട്ടാണ് അവരെ വീരവർമ്മയെ കോട്ടയം പ്രദേശത്തു നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുത്തു ബ്രിട്ടീഷ്. അതൊരു വലിയ ചീറ്റിംഗ് ആയിരുന്നു. പ്രൊട്ടസ്റ്റിംഗ് എഗനിസ്റ്റ് ദിസ് നെഗ്ലക്റ്റ്. വാട്ട് ഈസ് നെഗ്ലക്റ്റ്? ഈ ഒരു എന്താണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്, നെഗ്ലക്റ്റ് ചെയ്തത്, ഒഴിവാക്കിയത് പഴശ്ശി രാജാവിനെ കോപിപ്പിച്ചു. പ്രൊട്ടസ്റ്റിംഗ് എഗനിസ്റ്റ്, ഹീ പ്രൊട്ടസ്റ്റ്, അദ്ദേഹം അതിനെ എതിർത്തു. ഹീ പ്രൊട്ടസ്റ്റ് എഗനിസ്റ്റ് ദിസ് നെഗ്ലക്റ്റ്. പഴശ്ശി രാജ അപ്പീൽ ടു ദ പീപ്പിൾ നോട്ട് ടു പേ ടാക്സസ് ടു ദ ന്യൂ റൂളർ. അതായത് കുറുമ്പനാട് രാജാവിന് വീരവർമ്മയ്ക്ക് ടാക്സ് കൊടുക്കരുതെന്ന് കോട്ടയം പ്രദേശത്തെ ജനങ്ങളോട് പഴശ്ശി രാജ പറഞ്ഞു. പഴശ്ശി രാജ അപ്പീൽ ഓർ പഴശ്ശി രാജ ആസ്ക് his people in Kottayam not to pay tax to the new ruler. That means this king Veeravarma. This led to the conflict between പഴശ്ശി and British. ഈ ഒരു പഴശ്ശിയുടെ നീക്കം ബ്രിട്ടീഷുകാരെ ദേഷ്യപ്പെടുത്തി, അവരെ ചൊടിപ്പിച്ചു. അത് എന്തിനു കാരണമായി? എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പഴശ്ശി ആൻഡ് ബ്രിട്ടീഷ്. സോ ദ റീസൺ ഫോർ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പഴശ്ശി ആൻഡ് കേരളവർമ്മ Pazhshi Raja and British was the collection of tax, because of the collection of tax. Okay, അപ്പോൾ കളക്ഷൻ ഓഫ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. പഴശ്ശി ബ്രിട്ടീഷുകാരെ മൈസൂർ രാജാക്കന്മാർക്കെതിരെ ഹെൽപ്പ് ചെയ്തു. ബട്ട് ബ്രിട്ടീഷുകാർ പഴശ്ശിയെ ചീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ടാക്സ് പിരിക്കാനുള്ള പവർ എടുത്ത് അദ്ദേഹത്തിൻ്റെ അങ്കിളായ വീരവർമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. പഴശ്ശി സ്വന്തം ജനങ്ങളോട് ടാക്സ് പേ ചെയ്യരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അത് ബ്രിട്ടീഷുകാരുമായി ഒരു കോൺഫ്ലിക്റ്റിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആരായിരുന്നു പഴശ്ശി രാജ? ഹി വാസ് ദ മെമ്പർ ഓഫ് എ റോയൽ ഫാമിലി ഇൻ നോർത്ത് മലബാർ. ഓക്കെ, വാട്ട് ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് പഴശ്ശി രാജ അഡോപ്റ്റഡ് എഗനിസ്റ്റ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു നമ്മുടെ കേരളത്തിൽ ട്രേഡ് നടത്തിയിരുന്നത്. അപ്പം ബ്രിട്ടീഷ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഈ കമ്പനിയുടെ പേര് ഉപയോഗിക്കാം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏതെല്ലാം ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് ആയിരുന്നു പഴശ്ശി രാജാവ് ഈ ബ്രിട്ടീഷ് ആർമിയുമായി നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടത്തിയിരുന്നത്? എന്താണ് ഈ ഡിഫെൻസീവ് സ്ട്രാറ്റജി? അദ്ദേഹം സ്വരക്ഷയ്ക്കായിട്ട്, ഡിഫെൻസിന്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വാർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം, വാർ, എന്ത് സ്ട്രാറ്റജിയാണ് അദ്ദേഹം വാറിൽ ഉപയോഗിച്ചത്? ദ ബേസ് വാസ് ഷിഫ്റ്റഡ് ടു വയനാട്. 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഇവരുടെ ബേസ് മലബാറിൽ നിന്നും വയനാട്ടിലേക്ക് മാറ്റി. അതിൻ്റെ കാരണം എന്താണെന്നോ? ബ്രിട്ടീഷുകാരുമായി നേർക്ക് നേരെ നമുക്ക് പഴശ്ശി രാജാവിനെ വാർ നടത്താൻ സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ വളരെ പ്രിമിറ്റീവ് ആയുധങ്ങളായിരുന്നു. അമ്പും വില്ലും അതുപോലെയുള്ള വാളും പരിചയും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ഗൺ പോലെയുള്ള ആധുനിക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈഡ് ചെയ്തുകൊണ്ട് മാത്രമേ പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ബേസ് വയനാട്ടിലേക്ക് മാറ്റി. കാരണം എന്താണ്? വയനാടൻ കാടുകളിൽ അദ്ദേഹത്തിന് ഒളിക്കാനുള്ള സൗകര്യം കിട്ടും. അതുകൊണ്ട് ഹീ ഷിഫ്റ്റഡ് ദ ബേസ് ടു വയനാട്. വയനാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ബേസ് മാറ്റി. ആർമിയുടെ അവരുടെ ഇരിക്കുന്ന അത് എസ്റ്റാബ്ലിഷ് ആകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബേസ്. ദ ലോക്കൽ പീപ്പിൾ വെയർ ആഡഡ്. അവിടെയുള്ള ലോക്കൽ ആൾക്കാരെ എല്ലാം ആർമിയിലേക്ക് അദ്ദേഹം ആഡ് ചെയ്തു. കാരണം എന്താണ്? ലോക്കൽസിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിന് ഹൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഗറില്ല വാർ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ആർമിയിലേക്ക് ലോക്കൽ പീപ്പിളിനെയും ഈ ട്രൈബൽ പീപ്പിളിനെയും ഒക്കെ ആഡ് ചെയ്തു. ഗറില്ല വാർഫെയർ വാസ് വാഗ്ഡ്. അദ്ദേഹം ഗറില്ല രീതിയിലുള്ള വാർഫെയർ സ്റ്റാർട്ട് ചെയ്തു. ഗറില്ല വാർ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള വാറിനെയാണ് നമ്മൾ ഗറില്ല വാർ എന്ന് പറയുക. അദ്ദേഹം ആ രീതിയിലുള്ള വാറിലേക്ക് മാറി.
ഓക്കെ, ഇതെല്ലാം എന്തിൻ്റെ കാര്യം കൊണ്ടാണ്? പഴശ്ശി രാജാവിനെ ബ്രേവ് അല്ലാത്തത് കൊണ്ടാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വെപ്പൺസ് വളരെ ബ്രിട്ടീഷുകാരുടെ അത്രയും അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു 3 സ്ട്രാറ്റജികൾ ഉപയോഗിച്ചത്. ദ ബേസ് വാസ് ഷിഫ്റ്റഡ് ടു വയനാട്, ദ ലോക്കൽ പീപ്പിൾ വെയർ ആഡഡ് ആൻഡ് ഗറില്ല വാർഫെയർ വാസ് വാക്ട്. Then, who were the local leaders provide military support to പഴശ്ശി രാജ? പഴശ്ശി രാജാവിന് മിലിറ്ററി സപ്പോർട്ട് കൊടുത്ത ലോക്കൽ കിങ്ങുകളെ അല്ലെ ലോക്കൽ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? കുറിച്യ ലീഡർ തലയ്ക്കൽ ചന്തു. കുറിച്യ മീൻസ് എ ട്രൈബൽ ഗ്രൂപ്പ് ഇൻ വയനാട്. വയനാട് കാടുകളിൽ താമസിക്കുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പായിരുന്നു കുറിച്യ. അവരെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ആയുധങ്ങളൊക്കെയുള്ള ഒരു സ്ട്രോങ് ഗ്രൂപ്പായിരുന്നു. അവരുടെ ലീഡറായ തലയ്ക്കൽ ചന്തു പഴശ്ശി രാജാവിന് സപ്പോർട്ട് കൊടുത്തു. ദെൻ നായർ ചീഫ് ഇടച്ചേന കുങ്കൻ. അന്നത്തെ നായർ ചീഫായിരുന്ന ഇടച്ചേന കുങ്കൻ, അദ്ദേഹം മറ്റൊരു ലീഡറായിരുന്നു. ദെൻ കൈതേരി അമ്പു, അങ്ങനെയൊരു ലീഡർ ഉണ്ടായിരുന്നു, അദ്ദേഹവും സപ്പോർട്ട് കൊടുത്തു. ദെൻ കണ്ണവത്ത് ശങ്കരൻ അനദർ ലോക്കൽ ലീഡർ, ഈ ഓൾസോ സപ്പോർട്ടഡ് പഴശ്ശി രാജ. ദെൻ പള്ളൂർ ഇമാൻ അനദർ ചീഫ്. സോ ദീസ് ലോക്കൽ ലീഡേഴ്സ് പള്ളൂർ ഇമാൻ, കണ്ണവത്ത് ശങ്കരൻ, കൈതേരി അമ്പു, നായർ ചീഫ് ഇടച്ചേന കുങ്കൻ ആൻഡ് കുറിച്യ ലീഡർ ദ ട്രൈബൽ ലീഡർ തലയ്ക്കൽ ചന്തു. ഓൾ ദീസ് ലോക്കൽ ലീഡേഴ്സ് പ്രൊവൈഡ് മിലിറ്ററി സപ്പോർട്ട് ടു പഴശ്ശി രാജ. ഓക്കെ, അപ്പോൾ പഴശ്ശി രാജാവിനെ കൈവിട്ടില്ല. അവരെല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു, ആയുധം കൊടുത്തു, വാരിയേഴ്സിനെ കൊടുത്തു. അങ്ങനെ വളരെ വലിയ സപ്പോർട്ടാണ് നമ്മുടെ വീരവർമ്മ പഴശ്ശി രാജയ്ക്ക് ലഭിച്ചത്. ദെൻ വാട്ട് വിർ ദ വേരിയസ് മെഷേഴ്സ് ബ്രിട്ടീഷ് ടുക്ക് എഗെയിൻസ്റ്റ് പഴശ്ശി രാജ? ബ്രിട്ടീഷുകാരെ പഴശ്ശി രാജാവിനെതിരെ എന്തൊക്കെ മെഷേഴ്സാണ് സ്വീകരിച്ചത്? അവരുടെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? വാട്ട് വിർ ദ വേരിയസ് മെഷേഴ്സ് ബ്രിട്ടീഷ് ടുക്ക് എഗെയിൻസ്റ്റ് പഴശ്ശി രാജ? ഫസ്റ്റ്, മിലിറ്ററി ക്യാമ്പ് വെയർ സെറ്റപ്പ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, അതായത് പഴശ്ശി രാജാവിനെയും സംഘത്തെയും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള പ്ലേസസിൽ അവരുടെ മിലിറ്ററി ക്യാമ്പ് സ്ഥാപിച്ചു. അവിടെ നിന്ന് ഇവർക്ക് പഴശ്ശി രാജാവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള പ്ലേസസ് വളരെ ഉപകാരം ചെയ്യും. അങ്ങനെയുള്ള പ്ലേസസ് അവർ കണ്ടെത്തി അവിടെ മിലിറ്ററി ക്യാമ്പുകൾ സ്ഥാപിച്ചു. സെക്കൻഡ് വൺ, ന്യൂ റോഡ്സ് വെയർ ബിൽഡ്. പഴശ്ശി രാജാവൊക്കെ ഒളിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് ഹൈഡ് ചെയ്യാനുള്ള സ്ഥലം കിട്ടാതിരിക്കാൻ പല റോഡുകളും നിർമ്മിച്ചു. ന്യൂ റോഡ്സ് വെയർ ബിൽഡ് ബൈ ദ ബ്രിട്ടീഷ്. ദെൻ റൈസ് സപ്ലൈ ടു വയനാട് വാസ് കട്ട് ഓഫ്. ഇവർ ഒളിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് റൈസും മറ്റ് ഫുഡ് ഐറ്റംസും വരാതിരിക്കാൻ വേണ്ടി അത് കട്ട് ഓഫ് ചെയ്തു. അതിൻ്റെ സപ്ലൈ അവർ കട്ട് ഓഫ് ചെയ്തു, അവിടെ കാവൽ നിർത്തി. നമുക്കറിയാം, ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ വാരിയേഴ്സിന് എന്ത് സംഭവിക്കും? ഈ ആർമിയിലെ പഴശ്ശിയുടെ ആളുകൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് പട്ടിണിയാവും. അവർക്ക് ഭക്ഷണമില്ലാതെ വരുമ്പോൾ അവർക്ക് സ്ട്രോങ് ആയിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കാതെ വരും, അവർ മരണത്തിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? റൈസ് സപ്ലൈ വയനാട്ടിലേക്കുള്ളത് കട്ട് ഓഫ് ചെയ്തു, എന്നിട്ട് കാവൽ ഏർപ്പെടുത്തി. ദ റൈസ് സപ്ലൈ ടു വയനാട് വാസ് കട്ട് ഓഫ്. Okay, then a reward was announced for those who nabbed the participants in the rebellion. പഴശ്ശിയുടെ കൂടെ റിബല്യനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരെയും പിടികൂടാൻ വേണ്ടി, അതിൻ്റെ ലീഡേഴ്സിനെ പിടികൂടാൻ വേണ്ടി. എന്താണ് ഈ നാബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അവരെ കണ്ടുപിടിക്കുക, പിടികൂടുക, അല്ലേ? നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെയുള്ള ഒളിച്ചിരിക്കുന്ന ആളുകളെ പിടികൂടാൻ പോകുന്നതിനാണ് നാബ് എന്ന് പറയുക. അങ്ങനെയുള്ളവർക്ക് റിവാർഡ് പ്രഖ്യാപിച്ചു. അന്നത്തെ ഏറ്റവും വലിയ തുകയാണ് റിവാർഡായിട്ട് പറഞ്ഞത്. പഴശ്ശിയെ പിടിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന റിവാർഡ് 3000 രൂപയാണ്. അന്നത്തെ 3000 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു 30 മില്യൺ രൂപയ്ക്ക് ഈക്വലാണ്. 30 മില്യൺ. ഓക്കെ, അത്രയും വലിയ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി റിവാർഡായിട്ട് പ്രഖ്യാപിച്ചു പഴശ്ശിയെ പിടിക്കുന്നവർക്ക്. വീരവർമ്മ രാജ എന്ന് പറയുന്ന മറ്റൊരാളെ പിടിക്കാൻ 1000, രവിവർമ്മ രാജയ്ക്ക് 1000, പള്ളൂർ ഈമാൻ 1000, ദെൻ പള്ളൂർ രായപ്പനെ 300, ദെൻ ഇടച്ചേന കുങ്കനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000. ഈ രീതിയിൽ വലിയ റിവാർഡ് പ്രഖ്യാപിച്ചു. എ റിവാർഡ് വാസ് അനൗൺസ്ഡ് ഫോർ ദോസ് ഹു നാബ്ഡ് ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ റിബല്യൻ. ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. വാട്ട് വെയർ ദ വേരിയസ് മെഷേഴ്സ് ബ്രിട്ടീഷ് ടുക്ക് എഗെയിൻസ്റ്റ് പഴശ്ശി രാജ? ഓക്കെ, ക്യാമ്പ് സ്ട്രാറ്റജിക് പ്ലേസസിലേക്കാക്കി, ന്യൂ റോഡ്സ് ബിൽഡ് ചെയ്തു, റൈസ് സപ്ലൈ കട്ട് ചെയ്തു, ദെൻ റിവാർഡ് അനൗൺസ് ചെയ്തു. ഓക്കെ.
ദെൻ ഹീറോയിക് ഡെത്ത് ഓഫ് പഴശ്ശി രാജ. ബ്രിട്ടീഷുകാരുമായിട്ട് പഴശ്ശി നല്ല സൂപ്പറായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്തു. ഭയങ്കര ബ്രേവായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്തു. നമുക്ക് ആ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം തോന്നും. അത്ര വലിയ വാരിയറായിരുന്നു, അത്ര വലിയ ബ്രേവ് നമ്മുടെ ഒരു വീരനായിരുന്നു പഴശ്ശി രാജാവ്. അദ്ദേഹത്തിൻ്റെ ഹീറോയിക് ഡെത്തിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്? തോമസ് ഹാർവേ ബേബർ, who came to the sub-collector of തലശ്ശേരി, killed the commanders who were the strength of പഴശ്ശി. പഴശ്ശിയുടെ കൂടെ നിന്ന ലോക്കൽ ലീഡേഴ്സ്, കമാൻഡേഴ്സ്, ഇവരെ എല്ലാവരെയും തോമസ് ഹാർവേ ബേബർ എന്ന് പറയുന്ന അന്നത്തെ തലശ്ശേരി സബ് കളക്ടർ, ഒരു ബ്രിട്ടീഷുകാരൻ, അന്നത്തെ തലശ്ശേരിയായിരുന്നു അവിടുത്തെ അന്നത്തെ താലൂക്ക്. ആ തലശ്ശേരിയിലെ കളക്ടറായിരുന്ന തോമസ് ഹാർവേ ബേബർ, അദ്ദേഹം ഈ പഴശ്ശിയുടെ ഫ്രണ്ട്സായ, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സായ എല്ലാ കമാൻഡേഴ്സിനെയും കൊന്നു. അപ്പോൾ പഴശ്ശിയുടെ എല്ലാ സപ്പോർട്ടേഴ്സും കൊല്ലപ്പെട്ടു. ഓക്കെ. സെക്കൻഡ് വൺ, ദ ബ്രിട്ടീഷ് ആർമി ഫൗണ്ട് ഔട്ട് പഴശ്ശീസ് മിലിറ്ററി ബേസ്, ഫോഴ്സിങ് ഹിം ഇൻ ടു എ മോർ ഡിഫെൻസീവ് പൊസിഷൻ. പഴശ്ശിയുടെ മിലിറ്ററി ബേസ് ലോക്കൽ പീപ്പിളെ ഒറ്റിക്കൊടുക്കുകയും അത് ബ്രിട്ടീഷ് ആർമി കണ്ടെത്തുകയും ചെയ്തു. പഴശ്ശിയുടെ ബേസ് അവർ കണ്ടുപിടിച്ചു. ആൻഡ് ഫോഴ്സിങ് ഹിം ടു എ മോർ ഡിഫെൻസീവ് പൊസിഷൻ, അദ്ദേഹത്തെ ഒരു വലിയ ഡിഫെൻസീവ് പൊസിഷനിലേക്ക് അവരെ എത്തിച്ചു. അതായത് അദ്ദേഹത്തെ അവരുടെ മുന്നിലേക്ക് എത്തിച്ചു. അവരുടെ മുന്നിൽ വരാതെ ഒളിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ അവരെ ട്രാപ്പ് ചെയ്തു. ദേ ട്രാപ്പ് പഴശ്ശി. ഓക്കെ. ഹിസ് ആർമീസ് ബേസ് വാസ് ഫൗണ്ടഡ് ബൈ ദ ബ്രിട്ടീഷ് മിലിറ്ററി ആൻഡ് they trapped him. He attained a valiant death in an encounter with the company's army. കമ്പനിയുടെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയുമായി അദ്ദേഹം ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരികയും അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുകയായിരുന്നു കേട്ടോ. ഷൂട്ട് ചെയ്യുകയായിരുന്നു. ഹി അറ്റൈൻഡ് എ വാലിയൻ ഡെത്ത്, എ ബ്രേവ് ഡെത്ത് ഇൻ ആൻ എൻകൗണ്ടർ വിത്ത് ദ കമ്പനീസ് ആർമി അറ്റ്, എവിടെയാണ് അദ്ദേഹം മരിച്ചെന്ന് നോക്കിയേ? മാവിലാമൂട് ഇൻ വയനാട് ഓൺ November 30, 1805. പഴശ്ശി രാജ വീരമൃത്യു വരിച്ച ആ ഡേറ്റും ആ ഇയറും നിങ്ങൾ ഓർത്ത് വെക്കണം. November 30, 1805. ഏതാണ് ആ പർട്ടിക്കുലർ സ്ഥലം? വയനാട്ടിലുള്ള മാവിലാമൂട് എന്ന് പറയുന്ന സ്ഥലം. മാവിലാമൂട്, അവിടെ വെച്ചാണ് ഒരു എൻകൗണ്ടർ ഉണ്ടാവുകയും ഒരു ഡയറക്റ്റ് ഫൈറ്റ് ഉണ്ടാവുകയും പഴശ്ശി കൊല്ലപ്പെടുകയും ചെയ്തു. പഴശ്ശിയുടെ ബെറിയൽ നടന്നു നിന്നാന്ന് നോക്കിയേ. പഴശ്ശി ബോഡി ബെറീഡ് വിത്ത് ഒഫീഷ്യൽ ഓണേഴ്സ് അറ്റ് മാനന്തവാടി ഓൺ 1 December 1805. നെക്സ്റ്റ് ഡേ 1 December 1805 ബ്രിട്ടീഷുകാർ തന്നെ അദ്ദേഹത്തിന് ഒരു ഒഫീഷ്യൽ ഓണറെ, നമുക്കറിയാം വലിയ പ്രമുഖരായ ആളുകൾ മരിക്കുമ്പോൾ ഒഫീഷ്യലി പോലീസുകാരും പട്ടാളവും ഒക്കെ വന്ന് അവർക്ക് ഗാർഡ് ഓഫ് ഓണറൊക്കെ കൊടുത്ത് അവരുടെ ബെറിയൽ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു വലിയ ബെറിയലാണ് പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർ കൊടുത്തത്. കാരണം ബ്രിട്ടീഷുകാർ പോലും ആദരിക്കുന്ന വളരെ വീരനായ മനുഷ്യനായിരുന്നു പഴശ്ശി രാജ. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കുകയും അതിനെ എല്ലാ ഒഫീഷ്യൽ ഓണേഴ്സോടും കൂടി മാനന്തവാടിയിലെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അടക്കുകയും ചെയ്തു. അങ്ങനെ 1 December 1805 അദ്ദേഹം ബെറീഡായി. ആ സ്ഥലമൊക്കെ നമുക്ക് മാനന്തവാടിയിലെ ചെന്നാൽ നമുക്കിപ്പോഴും കാണാം. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്, മാനന്തവാടിയിലെ പഴശ്ശി രാജാവിൻ്റെ ഖബറിടം. ഓക്കെ. അപ്പോൾ പഴശ്ശിയുടെ ഹീറോയിക് ഡെത്തിനെ പറ്റി ഒരു 4 points പഠിച്ചു വെക്കുക. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഡെത്ത് സംഭവിച്ചത് November 30, 1805. അദ്ദേഹത്തിൻ്റെ ബെറിയൽ സംഭവിച്ചത് നെക്സ്റ്റ് ഡേ 1 December 1805. ഓക്കെ സ്റ്റുഡൻസ്, ഇതോടുകൂടി പഴശ്ശി രാജാവിനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹത്തെ പറ്റി നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ടീച്ചറെ നെക്സ്റ്റ് ഹീറോയുമായിട്ട് വരും. അതുവരെയും നിങ്ങൾ നന്നായിട്ട് വ്യൂ ചെയ്യുക, പഠിക്കുക. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.